സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ മാറ്റങ്ങൾ വരുന്നു. നിലവിൽ 1000 രൂപയാണ് വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ 3 മാസത്തെയും ചേർത്ത് 3000 രൂപ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർധനവ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ, അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവർ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകമായി ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചിരിക്കണം. എന്താണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നുള്ള കാര്യം കൃത്യമായി അറിഞ്ഞിരിക്കണം. യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു തുക ലഭിക്കുക. അല്ലാത്ത ആളുകൾ ഈ മാസം മുതൽ തന്നെ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. സംസ്ഥാനത്തെ ഈ ഒരു പദ്ധതിക്ക് അനുയോജ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് 1000 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കുക. റേഷൻ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക നേരിട്ട് എത്തിച്ചേരുക. മറ്റ് ക്ഷേമ പദ്ധതികളിലൊന്നും തന്നെ ഈ വ്യക്തികൾ അംഗമാവാൻ പാടില്ല. അതുപോലെ അന്ത്യോദയ അന്ന യോജന, അതായത് മഞ്ഞ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ ആയിരിക്കണം. 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കുവാനും ഈ ഒരു തുക ലഭിക്കുവാനുമുള്ള അർഹതയുള്ളത്. ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ നൽകി ഈ ഒരു തുക നേടിയെടുക്കാൻ സാധിക്കും. അപേക്ഷ നൽകുന്ന ഗുണഭോക്താവ് കേരളത്തിലെ സ്ഥിര താമസക്കാരായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം. വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹ്യക്ഷേമ, സർവീസ്, കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ, EPF പെൻഷനുകൾ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികൾ അയോഗ്യരായിരിക്കും. കേരളത്തിന് പുറത്തേക്ക് പോകുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല. റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി തരം മാറ്റപ്പെട്ടാൽ പിന്നീട് ഈ ഒരു പെൻഷൻ ലഭിക്കുകയുമില്ല. 1 മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ അല്ലെങ്കിൽ ജയിലിൽ കഴിയുന്നതോ ആയവർക്ക് യോഗ്യത നഷ്ടപ്പെടും. അപേക്ഷകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷകൾ നൽകേണ്ടത്. ഓൺലൈനായും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഈ ഒരു തുക നിലവിൽ ലഭിക്കുന്നത്. അല്ലാത്ത ആളുകളെല്ലാം തന്നെ ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന നടപടികളും സംസ്ഥാനത്ത് തുടർന്നു വരികയാണ്. ഈ ഒരു ജൂൺ മാസം അവസാന വാരത്തിൽ തുക വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്നാൽ കുടിശ്ശികയടക്കം നൽകുമോ എന്നുള്ളൊരു കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം അത്രയും തുക സർക്കാർ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് ധവളപത്രത്തിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുടിശ്ശിക മുഴുവനായി നൽകാൻ സാധിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. അടുത്തതായി സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. ഇനി ജൂൺ മാസത്തെ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോവുകയാണ്. 25-ാം തീയതിക്ക് ശേഷം മാത്രമേ ഈ ഒരു പെൻഷൻ വിതരണം ആരംഭിക്കുകയുള്ളൂ. ഈ മാസം 20-ാം തീയതിക്കുള്ളിലാണ് സർക്കാരിന്റെ ബജറ്റ് അവതരണം. അപ്പോൾ ഈ ഒരു ബജറ്റിൽ തുക വർധനവുണ്ടാകും എന്ന് തന്നെയാണ് ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. ഘട്ടം ഘട്ടമായി 3000 രൂപയിലേക്ക് എത്തിക്കും എന്ന് പറയുമ്പോൾ ആദ്യ ബജറ്റിൽ തന്നെ 500 രൂപയുടെ വർധനവ് ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 2500 രൂപ ഗുണഭോക്താക്കൾക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ ലഭിച്ചു തുടങ്ങുന്നതാണ്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.